നമസ്കാരം. ആതുര ശുശ്രൂഷ രംഗത്ത് ഒരുപാട് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള തൃശ്ശൂർ ദയ ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ അസീസ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഡോക്ടറിനുള്ളത്. വെൽക്കം ഡോക്ടർ. എനിക്ക് സാറിനോട് ഏറ്റവും ആദ്യം ചോദിക്കാനുള്ളത്, ശരിക്കും പറയുകയാണെങ്കിൽ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റുന്ന അല്ലെങ്കിൽ സാധാരണക്കാരുടേതായ ഒരു ഹോസ്പിറ്റലാണ് ദയ ഹോസ്പിറ്റൽ. സാർ ശരിക്കും എങ്ങനെയാണ് ഈ ഒരു ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ആതൊരു ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? സാധാരണ ആൾക്കാരുടെ ഒരു ആംബിഷൻ എന്നൊക്കെ പറയില്ലേ, പക്ഷെ എനിക്കതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു നാട്ടുപുറത്ത് ജനിച്ചതാണ്. ഒരു 10ാം ക്ലാസ് കഴിയുന്നത് വരെ അങ്ങനെ ഡോക്ടർ ആവണമെന്നോ ഏത് പഠിക്കണമെന്നോ പോലും ഉണ്ടായിരുന്നില്ല. നേരത്തെ ദുബായിൽ പോലായിരുന്നു, പക്ഷേ എൻ്റെ ഫാദർ പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സെൻറ്റ് അലോഷ്യസ് കോളേജിൽ വന്നു. എങ്ങനെയോ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു അവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ കുറേ പേരൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ ആവാം എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ കുറേ പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവരുടെ കൂടെ ഞാനും ചേർന്നു. അങ്ങനെയാണ് അവിടെ എത്തിയത്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടും പിന്നെ നമ്മളെ ഒരു സോഷ്യൽ ഔട്ട്ലുക്കൊക്കെ പ്രധാനമായിട്ട് പത്രം വായന, വാരികൾ എന്നൊക്കെയാണല്ലോ വരിക. അപ്പോഴാണ് പിന്നെ അത് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താമെന്നുള്ളൊരു ആശയം വന്നത്. അല്ലാതെ ഞാനൊരു അംബീഷ്യസ് ആയിട്ട് ഡോക്ടറായതല്ല. സാറിന് ഞാൻ കുറച്ച് വായിച്ചതിൽ നിന്നും സാറ് ശരിക്കും ഒരു കർഷക കുടുംബമായിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു നാട്ടുമ്പുറത്തായിരുന്നു. ഇപ്പോഴും വലിയ കാര്യമായിട്ട് റോഡൊന്നുമില്ല. അടുത്ത് ഈയിടെ വരെ അവിടെ മണ്ണ് റോഡായിരുന്നു. പഠിച്ചത് ഞാൻ അവിടെ അടുത്ത് ഒരു സ്കൂളിലായിരുന്നു, ഗവൺമെൻറ് ഹൈസ്കൂള്, വെളിയങ്കോട് ഹൈസ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിലായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ തൃശ്ശൂർ സെൻറ്റ് അലോഷ്യസിലാണ് വന്നത്. കാരണം അന്നൊരു സമരമൊക്കെ ഉണ്ടായിരുന്നു, ഈ കോളേജുകളുടെ ഒരു സമരം. അപ്പോൾ അന്ന് പല കോളേജുകളും തുറന്നിരുന്നില്ല കഴിഞ്ഞ ഘട്ടത്തിലൊക്കെ. എങ്ങനെ ഞാൻ അവിടെ എത്തിപ്പെട്ടു. അന്ന് അതൊരു ചെറിയ കോളേജായിരുന്നു, ഇപ്പോൾ വലിയ കോളേജായിട്ടുണ്ട്. ഞാൻ മെഡിക്കൽ കോളേജിലാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഞാൻ MBBS ചെയ്ത്. MS തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജനറൽ സർജറിയിൽ. പിന്നെ കുറച്ച് ബോംബെയിലും അവിടുന്ന് കുറച്ച് ട്രെയിനിങ്ങുകൾ പിന്നെ ഉണ്ടായിട്ടുള്ളൂ. അതെ, ഞാനവിടെ സ്വന്തമായൊരു ഹോസ്പിറ്റൽ. എങ്ങനെയായിരുന്നു ആ ഒരു ആശയം തോന്നിയത്? സ്വന്തമായി ജനങ്ങൾക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റൽ നൽകണം എന്നുള്ളൊരു ആശയത്തിലേക്ക് എങ്ങനെയാണ്? അല്ല, ഞാൻ മെഡിക്കൽ കോളേജ് ചേർന്ന ശരിക്കും ഒരു പാഷൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഡോക്ടർ ആവണം എന്നുള്ളതിനപ്പുറം ഒരു പാഷൻ മെഡിക്കൽ കോളേജ് ചേരണമെന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് മെഡിക്കൽ കോളേജിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ, ഞങ്ങൾ ചേരുന്ന കാലത്ത് അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്, രോഗികളുണ്ട്, പിന്നെ ആൾക്കാർക്ക് ഒരു സർവീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കവിടെ അന്നൊക്കെ ഇപ്പോൾ ഞാൻ MBBS കഴിഞ്ഞ ചെറിയ ആശുപത്രി, പക്ഷേ ഒരു കുറേ പരിമിതികളുണ്ട് ആൾക്കാർക്ക് അവിടെ ചികിത്സിക്കാൻ. അപ്പോൾ മെഡിക്കൽ കോളേജ് പിന്നെ ടീച്ചിങ്, കുട്ടികളെ പഠിപ്പിക്കാം, പുതുതലമുറയെ കാണാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. പക്ഷേ എനിക്ക് വളരെയധികം താല്പര്യം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാൻ. അങ്ങനെ ഞാൻ 18 വർഷത്തോളം ഞാൻ ലെക്ചറായി ജോയിൻ ചെയ്തു. അസിസ്റ്റൻറ്റ് പ്രൊഫസറായി, അസോസിയേറ്റ് പ്രൊഫസറായി. പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നൊരു 1998 മുതൽ സർക്കാർ, ഏകദേശം 95 മുതൽ തന്നെ സർക്കാർ ഈ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള പണം കുറച്ചു. അതുകൊണ്ട് മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രി ഡെവലപ്പ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടായി. പുതിയ ഇപ്പോൾ സ്കാന്, അന്ന് CT സ്കാന്, അതല്ലെങ്കിൽ ലാപ്പറോസ്കോപ്പിക് സർജറി, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഗവൺമെൻറ് ആശുപത്രി, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ പോലും വന്നില്ല. പക്ഷെ അന്നതൊക്കെ പ്രൈവറ്റ് ആശുപത്രിയിൽ വരികയായിരുന്നു. പിന്നെ ഞാനവിടെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു, RMO ആയിരുന്നു, ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു സാധനം വാങ്ങാനുള്ള സമയം നമുക്ക് പലപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുന്നതാണത്. ഇപ്പോൾ ഒരു സാധനങ്ങൾ വാങ്ങാൻ, ഇനി വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ, അവിടെ ഓഫീസിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ ചോദ്യങ്ങൾ, പിന്നെ നമുക്ക് ഈ കൊട്ടേഷനൊക്കെ വിളിക്കുന്നതുകൊണ്ട് നമുക്കൊരു നല്ല സാധനം വാങ്ങാൻ പറ്റാതിരിക്കുക. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഇപ്പോഴാണ് മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ നന്നായത്. അന്ന് വളരെ മോശമായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ്, ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ബാത്റൂംസൊക്കെ ആയിരുന്നു. പൊളിഞ്ഞ കട്ടിൽ, പുറത്ത് ആൾക്കാർ, ഒരു സാധനം നന്നാക്കി കിട്ടില്ല, പലതും മാസങ്ങളോളം കിടക്കും കേട് വന്നിട്ട്. അത് പിന്നെ ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, പിന്നെ ഞങ്ങൾ കോൺഫറൻസുകൾക്കൊക്കെ പോകും. ഇപ്പോൾ ഈ സർജറിയിലും അല്ലെങ്കിൽ ഞങ്ങളുടെ സ്പെഷ്യാലിറ്റിയിലുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും മെഡിക്കൽ കോളേജിൽ വരുന്നില്ല. ഞങ്ങൾ ശ്രമിച്ചാൽ പോലും വരാൻ പ്രയാസമാണ്. കാരണം അവിടെ ബ്യൂറോക്രസി അന്നത്തെ പോലെ തന്നെ ഇന്നും. ഇപ്പോൾ ഭരണം മാറിയാലും അതിന് വ്യത്യാസം വരില്ല. ബ്യൂറോക്രസി, പൊളിറ്റിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാൽ പിന്നെ പ്രൈവറ്റിൽ പോകുന്ന. അപ്പോൾ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് സർക്കാർ ഹോസ്പിറ്റലിലെ ചിലവിൽ ഒരു ജനങ്ങൾക്ക് സർജറിയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു സെൻറ്റർ എന്നുള്ള നിലക്കാണ്. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നമ്മൾ സമാന മനസ്കരായ കുറച്ച് പേര് കൂടിയിട്ടാണ് തുടങ്ങിയത്. അത് കുറച്ച് ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുറേ കുടുംബക്കാരും അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആശുപത്രി. പക്ഷേ കുറേ കാലത്തേക്ക് ഞങ്ങൾക്ക് അതുപോലെ തന്നെ കൊണ്ടു നടത്താൻ പറ്റി. കാരണം പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കിയതിൽ ഇൻവെസ്റ്റേഴ്സ് എന്നൊരു വിഭാഗം ഉണ്ടെന്ന്. അതായത് ആശുപത്രിയിൽ മുതൽ മുടക്കിയ ആൾക്കാർക്ക് എന്തെങ്കിലും കാശ് കൊടുക്കണം എന്നുള്ളത്.
എന്നാലും മറ്റ് ആശുപത്രി പക്ഷേ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ വളരെ കുറവായിരുന്നു. കാരണം മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ ഒന്ന് ചുറ്റിക്കളിയുണ്ട്. കുറേ സമയം ടെസ്റ്റിന് പോകണം, ഡോക്ടറെ കാണണം, അത് കഴിഞ്ഞിട്ട് അവിടെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാൻ പോകണം, പിന്നെ ഓപ്പറേഷൻ്റെ ഡേറ്റിന് അഡ്മിറ്റ് ചെയ്യണം, ഒരു 4 ദിവസം മുമ്പ് ഒന്ന് അഡ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ ഓപ്പറേഷൻ ചെയ്ത് ചിലപ്പോൾ നീട്ടി വെക്കും. പിന്നെ കൈക്കൂലികളും, ഇപ്പോൾ ഡോക്ടർ മുതൽ അവിടുത്തെ തൂണ് വരെ കൈക്കൂലി വാങ്ങുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ നമ്മൾ എത്ര നേരാക്കിയാലും പറ്റില്ല. അതെ. അപ്പോൾ ആ ഒരു ചിലവെല്ലാം കൂടി നോക്കുമ്പോൾ പ്രൈവറ്റ് ആശുപത്രി അന്ന് ലാഭകരമായിരുന്നു. സാർ, എനിക്ക് തോന്നുന്നു മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ വേറെ ഏത് രംഗത്തെടുത്ത് നോക്കിയാലും മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ദയാ ഹോസ്പിറ്റലിലോ ഒരു അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ ബോർഡിലോ TV ചാനൽസിലോ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ശരിക്കും എങ്ങനെയാണ് ആ ഒരു ചിന്തയിലേക്ക് എങ്ങനെയാണ്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഓർഗനൈസ് പത്രമാധ്യമങ്ങളിലൂടെയുള്ളൊരു മാർക്കറ്റിംഗ് ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഉപയോഗിക്കേണ്ടി വരും, കാരണം ആശുപത്രി സ്വഭാവമൊക്കെ മാറുകയാണ്. ഇതുവരെ ഞങ്ങളങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾക്ക് പ്രധാനമായിട്ട് രോഗികളുടെ ചുണ്ടുകളിൽ കൂടെ എന്ന് പറയാം. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തും, ഇപ്പോൾ ഈ 3 ജില്ലയിൽ, ഇപ്പോൾ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലൊക്കെ ഓരോ സ്ഥലത്തും കുറേ ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ ആശുപത്രി കണ്ട്, പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തകർ, കുറേ സംഘടനകളുണ്ട്. അവരൊക്കെ ഈ ആശുപത്രി കണ്ട്, ഇവിടുത്തെ അന്തരീക്ഷം കണ്ട്, ഇവിടുത്തെ ചികിത്സാ രീതി കണ്ട് നമ്മളോട് അടുപ്പുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരാണ് രോഗികളെ ഞങ്ങൾക്കൊക്കെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ അങ്ങനത്തെ മിക്കവാറും എല്ലാ സ്ഥലത്തും ഉണ്ട്. വാർഡ് മെമ്പർമാരുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, MLA മാരുണ്ട്, അല്ലെങ്കിൽ സാധാരണ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. കുറേ പാലിയേറ്റീവ് കെയറിൻ്റെ ആൾക്കാരൊക്കെ ഞങ്ങളുടെ അടുത്തേക്കാണ് പേഷ്യൻസിനെ വിടുക. അപ്പോൾ അതൊരു ലിപ് ടു ലിപ് മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നൊരു ദീർഘകാലത്തിൽ അതായിരിക്കും നല്ലതെന്ന്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ സാർ പറഞ്ഞൊരു സാധാരണ കുടുംബമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ തുടങ്ങിയതിന് ശേഷം സാറിൻ്റെ ലൈഫിൽ ഒരു ഡോക്ടറായതോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു അധികാരി എന്ന നിലയിൽ ശരിക്കും ഒരു അഭിമാനം തോന്നിയിട്ടുള്ളൊരു നിമിഷം ഒന്ന് ഓർത്തെടുക്കാമോ? അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു നിമിഷമൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില ആൾക്കാരുടെ, ഇപ്പോൾ കാശില്ലാത്തവരൊക്കെ വന്നിട്ട് നമ്മളൊരു വലിയ ഡിസ്കൗണ്ടൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ പലപ്പോഴും നിങ്ങളുള്ള പൈസ തന്നിട്ട് ചെയ്ത്, അപ്പോൾ അവരുടെ അടുത്ത് പലപ്പോഴും കാശുണ്ടായില്ല, ഉള്ള പൈസ തന്നിട്ട് ചെയ്തു പോയിക്കോ എന്ന് പറയുമ്പോൾ അപ്പോൾ അവരുടെ മുഖത്തൊരു നന്ദിയുണ്ട്, അല്ലെങ്കിൽ അവസാനം പോണ നേരത്തൊരു നന്ദിയുണ്ട്. അതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ സുഖം തന്നെയാണ്. ആൾക്കാരുടെ മുഖത്തുള്ള ഒരു അവരുടെ ഒരു നന്ദിയും പലരും കെട്ടിപ്പിടിക്കും ഒക്കെ ചെയ്യും. അവർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത്, ജനങ്ങൾക്ക് എന്നല്ല. അപ്പോൾ അവരിതൊരിക്കലും ഇവിടെ ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷയല്ല വരുന്നത്. ഒരുപാട് പണം വേണം, അപ്പോൾ വേറെ എവിടെയെങ്കിലും പോകണം, സർക്കാർ ആശുപത്രി പോയി കത്ത് കെട്ടി കിടക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും വരിക. അതല്ലെങ്കിൽ പലർക്കും അവിടെ പോകാൻ, ചിലർക്ക് പോകാൻ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ അവരുടെ കയ്യിലുള്ള കാശ് വെച്ചിട്ട്, ഞാൻ ചിലപ്പോൾ അതൊരു 50,000 രൂപയുടെ ഓപ്പറേഷൻ ആണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് 10,000 ഉള്ളെങ്കിൽ അതിലും ചെയ്തു കൊടുക്കും. കാരണം അത് നമുക്ക് നന്ദി കാണാനാണ്. അതാണ് ജീവിതത്തിലെ രസം തന്നെയാണത്. ബാക്കി എല്ലാവർക്കും തോന്നുന്നൊരു സംശയമായിരിക്കാം. കാരണം ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ഓഫർ ചെയ്യുന്ന എല്ലാ ഹോസ്പിറ്റലുകളുടെയും പേരിന്റെ കൂടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു വിശേഷണം ഉണ്ടാവും. പക്ഷെ ദയനെ സംബന്ധിച്ചിടത്തോളം ജനറൽ ഹോസ്പിറ്റൽ, അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനാണോ ആ ഒരു പേരിന്റെ കൂടെ അങ്ങനെ ഒരു ലേബിള്? അങ്ങനെയല്ല, അതിപ്പോൾ ഹൈടെക്, മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഒരു ക്ലീഷയായി തീർന്നിരിക്കുന്നു. കാരണം അത് ആൾക്കാരെ എനിക്ക് അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം. അതിനെ ചിലത് മൾട്ടി സ്പെഷ്യാലിറ്റിയും ചിലത് ഹൈടെക് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ആൾക്കാരോടുള്ളൊരു അത് പറയുന്ന ആൾക്കാരെ അപമാനിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം, ഇനിയിപ്പോൾ സാറിൻ്റെ പേഴ്സണൽ ലൈഫിലേക്കാണ്, ഫാമിലിനെ കുറിച്ച് ഒന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഫാമിലി, ഞാനും വൈഫാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. മക്കൾ 2 പേരും പുറത്താണ്. പുറത്തെന്ന് പറഞ്ഞാൽ അല്ല, മകനുണ്ട്. മകന് ക്യാൻസർ സർജിക്കൽ ഓങ്കോളജി MCH ചെയ്യാണ്, 1 വർഷം കൂടി ഉണ്ട്. പിന്നെ മകള് വേറെ, അവൾ IIM ഡിഗ്രി എടുത്ത് അവൾ ഫൈനാൻസ് സെക്ഷനിലാണ്. അതുപോലെ തന്നെ ദയ ഹോസ്പിറ്റലുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലേക്കും കൂടെ. അങ്ങനെ ഇൻഡസ്ട്രി എന്ന് വെച്ചിട്ടല്ല, കാരണം എൻ്റെ വൈഫ് അധ്യാപികയായിരുന്നു, കുറച്ച് റിട്ടയർ ചെയ്തു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് പണിയൊന്നുമില്ല, നിങ്ങൾ മിക്കവാറും ആശുപത്രിയിലാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട് ഫാമിലിക്ക് തന്നെ. അപ്പോൾ അവിടെ ഒരു 5 ഏക്കറോളം സ്ഥലം ഒരു കോളേജിന് തുടങ്ങാമെന്ന് വെച്ചു. കാരണം അവിടെ അടുത്തൊന്നും കോളേജുകളില്ല, അവിടെ ആൾക്കാർ പഠിക്കാനൊന്നും പലരും പോകാറില്ല, കുറേ ദൂരെയാണ്, പൊന്നാനിയിലൊക്കെ പോകണം. അപ്പോൾ ആ സ്ഥലം അവിടെ കിടക്കുന്നു. അപ്പോൾ കുറച്ച് കാശ് കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ ജോലിയൊക്കെ എടുത്തൊക്കെ കിട്ടുന്നത്, അത് അങ്ങനെ ഒരു കോളേജാക്കി തീർത്തതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ ഈ ഒരു തിരക്കുകളിൽ നിന്ന് മാറി സാർ ഒഴിവ് സമയങ്ങളിൽ എന്താണ് ശരിക്കും ചെയ്യാറുള്ളത്? ഞാൻ കേട്ടിട്ടുണ്ട് ഓർഗാനിക് ഫാമിംഗ്, കൃഷി. അതുണ്ട്, പ്രധാനമായിട്ട് വായിക്കലാണ്.
അപ്പോൾ മിക്കവാറും എല്ലാ വാരികളും ഞാൻ വായിക്കാറുണ്ട്. പിന്നെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ പുസ്തകം വായിക്കാറുണ്ട്. പിന്നെ കുറച്ച് യാത്ര ചെയ്യും. പിന്നെ കൃഷി ഞാൻ പണ്ടേ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ എനിക്കൊന്ന് ഞങ്ങളുടെ നാട്ടിലെ ഏക കൃഷിക്കാരൻ ഞാനാണ്. അവിടെയുള്ള വയലുകൾ മുഴുവൻ തൂർത്തു. ഞാനും കുറച്ചൊക്കെ തൂർത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു 2-3 ഏക്കർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, കുറച്ചും കൂടെ ദയനെ അടുത്തറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. ഇവിടെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ ഓഫർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ പുതിയ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇവിടെ ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുറച്ചും കൂടെ ഏകദേശം 65ഓളം ഡോക്ടർമാർ ഇവിടെ ഉണ്ട്. എല്ലാ മേജർ സ്പെഷ്യാലിറ്റിയും. ഞാനിപ്പോൾ ഇങ്ങനെ ഓരോന്നും പറയണ്ടല്ലോ. അപ്പോൾ മെഡിസിൻ ആയാലും സർജറി ആയാലും എല്ലാം. ഇല്ലാത്തത് പറയാം, നമുക്ക് എൻഡോക്രൈനോളജി ഒരു ഫുൾ ടൈം ഇല്ല. ബാക്കി എല്ലാം നമുക്കുണ്ട് ഒരുവിധം എല്ലാം 24. അതാണ് ദയയുടെ ഒരു പ്രത്യേകത. അതാണ് കാരണം നമ്മുടെ കൺസൾട്ടൻസ് തന്നെയാണ് കാഷ്വാലിറ്റിയിൽ വരുന്ന രോഗികളെയും കാണുന്നത്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഒരു കൺസൾട്ടൻറ്റ്, അതായത് സീനിയർ ഡോക്ടർ ഇവിടെ ഒരു പേഷ്യൻറ്റ് വന്നാൽ എത്തുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ടെലിമെഡിസിൻ, പിന്നെ മറ്റുള്ള ഈ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, മീഡിയയിൽ കൂടെ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ECG, ബ്ലഡ് റിപ്പോർട്ട്സ്, ഈ ബാക്കി എല്ലാ ഡീറ്റെയിൽസും രോഗിക്ക് കിട്ടും. ഇവിടെ കിടക്കുന്ന പൈസയിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിന് വേണമെങ്കിലും ഡോക്ടർക്ക് അവിടെ നിന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏത് സമയം വേണമെങ്കിലും ഡോക്ടേഴ്സ് ഫോണിലാണെങ്കിൽ പോലും അവൈലബിൾ ആണ്. ഞങ്ങളുടെ ദയയിൽ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ആദ്യം ഡോക്ടറോട് പറയാറുള്ളത് അതാണ്, ഒരിക്കലും നിങ്ങൾ ഫോൺ ഓഫ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയാറുള്ളത്. പിന്നെ ഞങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയും. ഇപ്പോൾ ഡോക്ടർമാർ ഇപ്പോൾ ആദ്യം ചോദിക്കുന്നത് പലപ്പോഴും ഇങ്ങനെ ആയിരിക്കും, ഞങ്ങളുടെ ശമ്പളമാണോ ഇതാണോ എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾ പലർക്കും ഇവിടെ ഭൂരിപക്ഷം പേർക്ക് ശമ്പളമൊന്നുമില്ല. അവർ ചെയ്യുന്ന വർക്കിനനുസരിച്ചുള്ള ഒരു പേഷ്യൻസിൻ്റെ അടുത്ത് നിന്നുള്ളൊരു ഇതേ ഉള്ളൂ. അപ്പോൾ ചിലരൊക്കെ ശമ്പളത്തിനുണ്ട്. അപ്പോൾ എത്ര ഓപ്പറേഷൻ ചെയ്യണം, എത്ര OP നോക്കണം, എത്ര ടെസ്റ്റ് എഴുതണം. പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ സെക്ടറിൽ മാനേജ്മെൻറ്റ് ഡോക്ടർമാരെ കുറച്ച് കഴിഞ്ഞാൽ വലിയ ശമ്പളമൊക്കെ ഓഫർ ചെയ്യും. അത് കഴിച്ച് അത്രയും വരുമാനം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടൊരു പ്രഷർ വരാറുണ്ട്. പല ആശുപത്രികളും അങ്ങനെ വരാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ആശുപത്രി നോക്കണം, നിങ്ങൾ പേഷ്യൻസിനെ ആത്മാർത്ഥമായിട്ട് നോക്കിയാൽ മതി. ഇവിടെ എത്ര വരുമാനം, ഇപ്പോൾ ലാബിൽ കൂടുതൽ ടെസ്റ്റ് എഴുതണ്ട, പേഷ്യൻസിന് ഇനിയിപ്പോൾ ഇവിടെ കൂടുതൽ ദിവസം കിടത്തണ്ട, കാരണം ഞങ്ങൾക്ക് ബെഡ് വളരെ കുറവാണ്. ഞങ്ങൾ എല്ലാ ഡോക്ടർമാരോടും പറഞ്ഞ് ഏറ്റവും കുറച്ച് ദിവസം കിടത്തിയാൽ മതി എന്നാണ്. സാധാരണക്കാരാണ്, ഒരുവിധം സാധാരണക്കാരാണ്. പിന്നെ കുറച്ച് ക്ലാസ് മാറിയിട്ടുണ്ട്, കാരണം ഞങ്ങൾ ഫെസിലിറ്റീസും ഒരു ആംബിയൻസൊക്കെ കൂട്ടിയപ്പോൾ എല്ലാ ഗ്രൂപ്പിലുള്ള ആൾക്കാരും വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കുന്ന അവരെയാണ്. ഞാനിവിടെ ജനറൽ സർജറി ആൻഡ് ലാപ്പറോസ്കോപ്പിക് സർജറിയിലാണ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യമായിട്ട് തുടങ്ങി ഞാനാണ്. ഞങ്ങളിങ്ങനെ കുറേ പേർക്ക് ട്രെയിനിങ് ഉണ്ട്. ഞങ്ങൾ 3-4 പേരുണ്ട്. കൺസൾട്ടേഷൻ ആക്ച്വലി രാവിലെ 9 മണി മുതൽ തുടങ്ങും. ഞാൻ കുറേ നേരമൊക്കെ ഞാൻ OP-യിൽ ഇരിക്കും. ഒരു 5 മണി 6 മണി വരെയൊക്കെ പേഷ്യൻസ് ഉണ്ടാവും. പക്ഷേ ഒരു 2 മണിക്ക് ശേഷം പിന്നെ ഞങ്ങൾ സർജറി ചെയ്യും. 3-4 പേരുള്ളതുകൊണ്ട് മാറി ചെയ്യും. 2-3 ടേബിളും ഉണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ സർജറികളും ഇപ്പോൾ ഞങ്ങൾ ജനറൽ സർജറി എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ചെയ്യാവുന്നതാണ്. ഞങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ കുറേ കാലം വർക്ക് ചെയ്തുകൊണ്ടും പിന്നെ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടുള്ളതുകൊണ്ടും ഒരുവിധം എല്ലാ സർജറികളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാപ്രോസ്കോപ്പി ഒരുവിധം എല്ലാം ചെയ്യുന്നുണ്ട്. സർ പറഞ്ഞു, അതുപോലെ തന്നെ ഏറ്റവും ആദ്യം സൂചിപ്പിക്കേണ്ടത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോൾ സാധാരണക്കാർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഫേവേഴ്സ് അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്താൽ പോലും അവരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ശരിക്കും അത് ഒരു ബിസിനസ് പ്രിൻസിപ്പിൾ, നമ്മൾ റേറ്റ് കൂട്ടാതെ വോളിയം ഇപ്പോൾ നമ്പർ ഓഫ് പേഷ്യൻസിനെ കൂട്ടുക, അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾക്കിവിടെ ഇപ്പോൾ ഇന്നലത്തെ OP ഞങ്ങൾക്ക് ഏകദേശം 900ഓളം OP ഉണ്ടായിരുന്നു. അതുപോലെ സർജറി ഞങ്ങളുടെ ഒരു നമ്പർ ഓഫ് സർജറിക്ക് നോക്കുമ്പോൾ ഞങ്ങൾ വെരി ഹൈ മറ്റുള്ള ആശുപത്രിയെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ചാർജ് കുറഞ്ഞാൽ പോലും ഒരുപാട് വോളിയം വരുന്നുണ്ട്, നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു താല്പര്യം കൂടി ഞങ്ങൾ നോക്കുന്നുണ്ട്. കാരണം പലരും ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു വലിയ പണക്കാരൊന്നും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് അന്ന് എൻ്റെ ഒരു സിറ്റുവേഷൻ, ഞാനന്നൊരു വളരെ സാധാരണക്കാരനാകുന്ന സമയത്താണ് തുടങ്ങിയിട്ടുള്ളത്. അന്ന് ഇൻവെസ്റ്റ് ചെയ്തത് സാധാരണക്കാരനായിരുന്നു. ഒരുപക്ഷെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. കാരണം അന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് വലിയ ആൾക്കാരൊന്നും പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഇൻവെസ്റ്റേഴ്സ് പലരും ഇതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അവർക്ക് ബാധ്യതയുണ്ട് കൊടുക്കാൻ. പക്ഷേ അത് രോഗികളെ എടുത്താണ്ട് പിഴിഞ്ഞെടുക്കാനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ ഡോക്ടർമാരും നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇപ്പോൾ സാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഡോക്ടറായിട്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷനും എല്ലാം കൂടെ എങ്ങനെയാണ് ശരിക്കും മാനേജ് ചെയ്ത് പോകുന്നത്? ഞാനിപ്പോൾ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ ഈ പേഷ്യൻസ് നോക്കുന്നതിലൊക്കെ തന്നെയാണ്. അപ്പോൾ കാരണം എനിക്ക് ടീമുണ്ട്. അപ്പോൾ ടീം കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അഡ്മിനിസ്ട്രേഷനിലും ടീമുണ്ട്, ഈ ക്ലിനിക്കൽ വർക്കിലും ടീമുണ്ട്. ഇപ്പോൾ സർജറി ചെയ്യാനിപ്പോൾ എൻ്റെ കൂടെ 2 പേര് ചെയ്യുന്നവരുണ്ട്.
അപ്പോൾ അവർ ചെയ്യും, പ്രധാനപ്പെട്ട കേസുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യും, അവരും അറ്റൻഡ് ചെയ്യും, ഞാനും അറ്റൻഡ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു ശ്രദ്ധ വേണ്ട കാര്യങ്ങളിൽ ഇപ്പോൾ പേഷ്യൻ്റ് പറയുകയാണ് ഡോക്ടറിനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. മറ്റൊന്ന് ഞാൻ ഒരുവിധമൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതിനും ഒരു ടീമുണ്ട്. കാരണം 10-18 വർഷമായിട്ട് ആശുപത്രിയിൽ നിൽക്കുന്ന കുറച്ച് പേരൊക്കെ ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കൂടെ കൊണ്ടുവന്നതാണ്. ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫൊക്കെ അവരൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ട്. ഇനി ദയ ഹോസ്പിറ്റലിൽ ഇനി എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്, അല്ലെങ്കിൽ പുതിയ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ദയയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് തന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഓങ്കോളജി, ക്യാൻസർ ചികിത്സയിലാണ്. നമ്മളതിനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമുക്ക് മിക്കവാറും ഒരു അടുത്ത വർഷത്തോട് കൂടിയിട്ട് ഒരു റേഡിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഹൈ ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ലീനിയർ ആക്സിലറേഷൻ എന്ന യന്ത്രം ഏകദേശം 20 കോടിയോളം രൂപ വരും, അത് വേണം. പിന്നെ അതിന് ആൻസിലറി ഫെസിലിറ്റീസൊക്കെ വേണം. ഞങ്ങളൊരു ഏകദേശം ഒരു 45 കോടി രൂപയുടെ സെറ്റപ്പാണ്. പിന്നെ സർജിക്കൽ ഓങ്കോളജി, ക്യാൻസർ സർജറി ഡിപ്പാർട്ട്മെൻറ്റ്, ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി, ഇങ്ങനെ 3 ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങാനുള്ള പ്ലാനിലാണ്. അതിനുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിവിടെ വേറെയും കുറച്ച് പരിപാടി ഉണ്ട്. അതായത് ഇപ്പോൾ ഹെൽത്ത് ടൂറിസ്റ്റ്, നമുക്ക് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് പുറത്തുനിന്നൊക്കെ. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ താമസിപ്പിക്കാൻ നമ്മുടെ റൂമുകൾ മാത്രം പോരാ. കാരണം അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവരെ മറ്റു രോഗികളുടെ ഇടയിൽ താമസിപ്പിച്ചാൽ അപ്പോൾ അതിന് സെപ്പറേറ്റ് ബ്ലോക്ക് എന്നുള്ളതിനൊക്കെ ഞങ്ങൾക്ക് ഇല്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഗാസ്ട്രോഎൻട്രോളജിയാണ് പിന്നെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ പിന്നെ ഞങ്ങൾ അടുത്ത് തന്നെ നമ്മൾ റോബോട്ടിക് സർജറി നെക്സ്റ്റ് ഇയറോട് കൂടിയിട്ട് അതിനുള്ള പ്ലാനുണ്ട്. നമ്മൾ തിയേറ്ററൊക്കെ റെഡിയാക്കി വരുന്നുണ്ട് റോബോട്ടിക് സർജറിയുടെ. പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, ഇതാണ് ഞങ്ങളുടെ അടുത്ത 2-3 വർഷത്തേക്കുള്ള പ്ലാനുകൾ. ഇതൊക്കെ ഏകദേശം ആവുമ്പോഴും സാർ മുമ്പ് പറഞ്ഞ പോലെ ഉള്ള ലിമിറ്റേഷൻസ് എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ശരിക്കും ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടുന്ന് ഓഫർ ചെയ്യും. അല്ല, ഞങ്ങളുടെ ഒരു ലക്ഷ്യം തന്നെ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റീസ് കൊടുക്കുക. ഫെസിലിറ്റീസ് കൊടുക്കാൻ അങ്ങനത്തെ വിനോദോപാധികളൊന്നുമല്ല കേട്ടോ, അവിടെ പാട്ടും വെള്ളമൊന്നുമല്ല. പക്ഷേ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പോൾ ആൾക്കാർക്കൊക്കെ ഏതായാലും ഒരു മാന്യമായിട്ടുള്ള സ്ഥലത്ത് പോയി താമസിക്കണമെന്നുണ്ട്. പണ്ടത്തെ ഒരു സിമെൻ്റ് ഇട്ട സ്ഥലമോ അതല്ലെങ്കിൽ ഒരു തുരുമ്പ് പിടിച്ച ബെഡിലൊന്നും ആരും കിടക്കില്ല. ആൾക്കാർക്ക് നല്ല ടോയ്ലറ്റ് വേണം, ഒരു റൂമിന് ആംബിയൻസ് നന്നാവണം, ചിലപ്പോൾ AC വേണ്ടി വരും, എല്ലാവർക്കും അല്ല. അപ്പോൾ അതിന് 2 രീതിയിലുള്ള രോഗികൾക്കുള്ള ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വാർഡും, പക്ഷേ വാർഡായാൽ പോലും ഇപ്പോൾ പാവപ്പെട്ടവർ താമസിക്കുന്നതാണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും അത് ഒരു മോശം രീതിയിലാക്കുന്നില്ല. അവർക്ക് അവരുടെ അന്തസ്സ് നിലനിർത്തുന്ന രീതിയിലുള്ള വാർഡുകൾ. അപ്പം നിങ്ങളിപ്പോൾ ഏകദേശം കണ്ടുകൂടെ പുതുക്കി പണിത വാർഡുകളൊക്കെ, റൂംസൊക്കെ. അതുപോലെ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൻ്റെ ഫെസിലിറ്റീസ് ചുരുങ്ങിയ റേറ്റിൽ കൊടുക്കുക എന്നുള്ളതേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. പക്ഷേ അതിലെന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ഈ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ടാവും, അത് റിട്ടേൺസ്. അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഞങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു ക്യാൻസർ സെൻ്ററൊക്കെ ആരെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക, അറ്റ്ലീസ്റ്റ് മൂലധനമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും റേറ്റ് കുറച്ചിട്ട്. ഞങ്ങൾ കുറേ ശ്രമിച്ചു. ഇതുവരെ തൃശ്ശൂർ ഒരുവിധ ആൾക്കാരൊക്കെ ഞങ്ങൾ സമീപിച്ചു, വലിയ ആൾക്കാരൊക്കെ, വലിയ കാശുള്ള ആൾക്കാരൊക്കെ. അതുപോലെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ശരിക്കും ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ഒരുപാട് റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ്. ശരിക്കും സാമൂഹ്യപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളെല്ലാം നേരിടേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ തന്നെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് സാർ എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യുന്നത്? ഒരേ സമയം രോഗികളെയും പരിചരിക്കുന്നു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എല്ലാം കൂടെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഓരോരുത്തർക്കും പല ആവശ്യങ്ങളുണ്ടാകും. പ്രധാനമായിട്ടും മോണിറ്ററി, അതായത് സംഭാവന ചോദിക്കും, കിട്ടിയത് പോരാന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് ഇവിടെ പണ്ടൊക്കെ ഒരു ഗ്രൂപ്പിന് മാർച്ചൊക്കെ സംഘടിപ്പിച്ചു. ഇവിടെ ഒരു ഗ്രൂപ്പ് ഇവിടെ സംഭാവന ചോദിച്ചു, കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നടന്നുപോയി. പക്ഷേ അതിൽ കുറേ ആശുപത്രി ഉപദ്രവിച്ചവർ, അതിൽ പെട്ട എല്ലാവരും ഭയങ്കരമായ ജീവിത ദുരന്തം അവർക്കുണ്ടായത്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങൾ നേരിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. കാരണം അതിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാർ, ഒരു ഉപദ്രവിച്ചിട്ട് ഇപ്പോൾ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. അതുപോലെ അതിൽ ഇൻവോൾവ് ചെയ്ത ഓരോരുത്തരും തളർന്ന് കിടക്കുന്നവരും തെണ്ടി നടക്കുന്നവരും ഒക്കെയാണ്. അത് ഇപ്പം തന്നെ ഈയൊരു സംഭവം ഉണ്ടായി. നമുക്ക് അവിടെ സോളാറിന് ഞങ്ങൾക്കറിയില്ല അതിനൊരു പെർമിഷൻ വേണമെന്നില്ല. ആക്ച്വലി പെർമിഷനൊന്നും വേണ്ട. പക്ഷേ നമ്മുടെ ഒരു രാഷ്ട്രീയ, അതായത് ആൾക്കാർ കുറച്ച് പേര് ബഹളം ഉണ്ടാക്കിയാൽ നമ്മുടെ ഈ രാഷ്ട്രീയക്കാരൊക്കെ തിരിയും. പ്രത്യേകിച്ച് മന്ത്രിമാർ ഇതൊക്കെ കുറേ പരാതി എന്നാൽ അവർ വളരെ നടപടി എടുക്കണമെന്നേ പറയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരാൾ വന്നിട്ട് ഇവിടെ ഒരു 5 ലക്ഷം രൂപ ചോദിച്ചു, അല്ലെങ്കിൽ ഞങ്ങളിത് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം തന്നെ തല്ലുവിടാനുള്ളൊരു അങ്ങനത്തെ രീതിയിലാണ് ഞാനുള്ളത്. ഞാൻ ശരിയല്ല എന്ന് തോന്നുന്നൊരു കാര്യം ഞാൻ സമ്മതിച്ചു കൊടുക്കാറില്ല, എന്ത് നഷ്ടം വന്നാലും. അപ്പോൾ അതിന് ഞാനൊരു കോംപ്രമൈസിനും പോയില്ല. ഞാൻ കാശ് തരില്ല, ഈ പേരിൽ കാശ് തരില്ല. അങ്ങനെ അത്
അത് അവിടെ അപ്പോഴത്തേക്ക് RDA ഒരുവിധ ആൾക്കാരൊക്കെ വന്നു, വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസറൊക്കെ വന്ന് തടഞ്ഞ്. ഇത് സംഭവം ഒരു സോളാറാണ് വെക്കുന്നത്. ഇത് പാടം തൂർത്തിട്ടൊരു സ്ഥലമാണത്. അതിൻ്റെ മീതെ ഒരു 3-4 കാലുണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കോ ഇതൊന്നും നോക്കാനുള്ളൊരു സമയമൊന്നുമില്ല. അവരൊരു ബഹളം കേട്ടാൽ കുറച്ച് TV ചാനൽ ചർച്ച വേണം, അവർ സ്വയം നന്നാവണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഞങ്ങൾ കോടതിയിൽ പോയി. അപ്പോൾ ഞങ്ങളുടെ ഭാഗം ശരിയാണ്. കാരണം ഇപ്പോൾ പഴയ സാറ്റലൈറ്റ് വ്യൂ ഒക്കെ എടുത്തു നോക്കി, അത് ഇന്നോ രേഖയിലും അത് തൂർത്ത സ്ഥലമാണ്. കോടതി ഞങ്ങൾക്ക് വിധി കിട്ടി. അവിടെ അവർ ഡയറക്റ്റ് ചെയ്തിട്ട് RDO ഡയറക്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വിധി വന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ആശുപത്രിയിൽ ഉണ്ടാകും. സംഭവം കുറേ പേരെയൊക്കെ നമുക്ക് ആ രീതിയിൽ കൈകാര്യം ചെയ്യും. അപ്പോൾ നമുക്ക് പേഷ്യൻസിനൊക്കെ അയക്കുന്ന ആൾക്കാർ, നമ്മൾ സഹകരിക്കുന്ന കുറേ രാഷ്ട്രീയക്കാരുണ്ട്. അവരൊക്കെ ഞങ്ങൾ ചോദിച്ചാൽ, പക്ഷെ അതും ഒരു ലിമിറ്റ് വിട്ട്. കാരണം ഞങ്ങളിപ്പോൾ സംഭാവന ഇടുന്ന കൊടുക്കുക രോഗികളുടെ അടുത്ത് വാങ്ങിയിട്ട് വേണ്ടേ. ഒരു രോഗികൾക്ക് ചാർജ് കൂടും. ഞങ്ങളവരോട് പറയാറുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ പറയാറുണ്ട്. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ചെറുകിട സംഘടനകൾ. ഇവരൊക്കെ വന്ന് പലപ്പോഴും വെല്ലുവിളിച്ചൊക്കെ പോവും. വെല്ലുവിളിക്കുമ്പോൾ ഞങ്ങൾ ശരി, നീ ചെയ്തോ, നിനക്ക് പറ്റാവുന്ന ചെയ്തോ എന്നാണ് പറയാറ്. അപ്പോൾ അതൊരു ശീലമായിട്ടുണ്ട് അതിൽ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിപ്പോൾ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും നമ്മൾ ജീവനക്കാരുടെ എല്ലാ ന്യായമായ അവകാശങ്ങളും ഞങ്ങൾ ഒരു പക്ഷേ ഏറ്റവും ജീവനക്കാർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആശുപത്രി അതെ. ഇവിടുത്തെ ജോലിക്കാർ, ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ശരിക്കും ഈ ഒരു ഹോസ്പിറ്റലിനോട് ശരിക്കും അവരെ ഇണങ്ങി ചേർന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അത് ഈ ശമ്പള വർധനമൊക്കെ കേരളത്തിൽ ആദ്യം ചെയ്ത് കൊടുത്തത് ഞങ്ങളാണ്. ഇപ്പോൾ 2-3 തവണ ആദ്യം കൊടുത്തത്. ഞങ്ങൾക്ക് തന്നെ തോന്നി അവർക്ക് ഈ കൊടുക്കുന്ന സർക്കാർ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇടക്കാലാശ്വാസമൊക്കെ ഞങ്ങളാണ് ആദ്യം പ്രഖ്യാപിച്ചത്. ഞങ്ങൾക്ക് ഒരുപാട് പിന്നെ ജീവനക്കാർ നന്നാവാതെ ആശുപത്രി നന്നാവില്ല. അപ്പോൾ അവരിവിടെ ഒരു പേഷ്യൻ്റ് വന്നാൽ എങ്ങനെയെങ്കിലും പോവാതിരിക്കാൻ നോക്കും, കഴിയുന്നത്ര വരെ ഇത് ചെയ്തിട്ട്. വളരെ അപൂർവം പേരുണ്ടാവും ചിലപ്പോൾ, പക്ഷേ എന്നാലും പ്രശ്നങ്ങളുണ്ടാവും. കാരണം ചിലപ്പോൾ ഈ മാനേജ്മെൻറ്റ് കാര്യം ഞാൻ അവരോട് സാധാരണ പറയാറുള്ളത്, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക. മാനേജ്മെൻറ്റ് ഒരാളെ മാറ്റുക, ഒരു സ്ഥലത്തുനിന്ന് മാറ്റുക, അതൊക്കെ മാനേജ്മെൻറ്റ് ആവശ്യമാണ്. അതല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനോട് പെരുമാറ്റത്തിൽ എന്തെങ്കിലും മോശം ഉണ്ടായ നടപടി എടുക്കുക. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മാനേജിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. അത് ഞങ്ങൾ വിട്ടുകൊടുക്കാറില്ല. ഞാനതുകൊണ്ട് ആശുപത്രിക്ക് ലോൺ പോലും എടുത്തിട്ടില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും എനിക്ക് അടച്ചിടാൻ പറ്റണം ആശുപത്രി. ലോൺ ബാധ്യത ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷെയർ ഹോൾഡേഴ്സിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ലോൺ എടുക്കില്ല. കാരണം നിങ്ങൾ പണം തന്നാൽ ഓക്കെ, ലോൺ എടുത്തിട്ട് ഇവിടെ ഒരു സംഭവം നടത്താൻ പറ്റില്ല. ഒരു ചെറുകിട എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ലോണല്ലാതെ ഞാനൊരു വലിയൊരു തുക ലോൺ എടുത്ത് നടത്തില്ല. കാരണം എനിക്ക് പിടിച്ചു നിൽക്കണം ഇപ്പോൾ ജീവനക്കാരുടെ മുമ്പിൽ. കാരണം ഇപ്പോൾ ആശുപത്രി ജീവനക്കാർ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്താൽ, ഇപ്പോൾ നിയമപരമല്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡ് എടുത്താൽ നമുക്കതിനെ അംഗീകരിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു സമരമോ ഇനിയിപ്പോൾ ആശുപത്രി അടച്ചിടണമെങ്കിൽ അതിനും തയ്യാറായിട്ട് ഞങ്ങളുടെ നടപ്പ്. അതുപോലെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഞാൻ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇപ്പോൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും വ്യക്തമായിട്ടുള്ളൊരു നിലപാട്, ഇപ്പോൾ രാഷ്ട്രീയമാണെങ്കിലും സാമൂഹ്യമാണെങ്കിലും വ്യക്തമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. ഇനി ഭാവിയിൽ രാഷ്ട്രീയ രംഗത്തേക്കോ അങ്ങനെ മറ്റേതെങ്കിലും രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം പ്രതീക്ഷിക്കാമോ? ഞാൻ ഒറ്റക്കായിട്ട് കടന്നു വരട്ടെ. കാരണം നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ, കഴിഞ്ഞ ഇലക്ഷന് നമ്മളൊരു പാർട്ടിയെ വളരെ കാര്യമായിട്ട് സഹായിച്ചിരുന്നു. കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ ഒരു പൊതു നോക്കിയിട്ടാണ്. എനിക്ക് ചില പാർട്ടിയോടൊക്കെ എനിക്ക് അനുഭവമുണ്ട്. പക്ഷെ ഒരു പാർട്ടിയെ അവരെ വിജയിക്കാൻ വേണ്ടി, ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസമ്പർക്കം, ഇപ്പോൾ ഒരു എഞ്ചിനീയർക്ക് ജനസമ്പർക്കം അത്ര അധികം ഉണ്ടാവില്ല. വക്കീലന്മാർക്ക് ഏറ്റവും കൂടുതൽ ജനസമ്പർക്കമുള്ള പ്രൊഫഷണൽസാണ് ഡോക്ടർമാർ. സാധാരണ ജനങ്ങളും എല്ലാ ലെവലിലുള്ള ആൾക്കാരായിട്ടും. അപ്പോൾ കുറേ പേരെങ്കിലും അവർ പറഞ്ഞേ കേൾക്കും, അവരായിട്ട് അങ്ങനെ ഒരു ബന്ധം വളർത്തിയെടുത്താൽ. അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ട് പല കാര്യങ്ങൾക്കും ഞങ്ങൾ സമീപിച്ചപ്പോൾ വളരെ നിഷേധാത്മക ഒരു സമീപനം ഉണ്ടായത്. ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ ആ പാർട്ടി മെമ്പറാണ്, പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. എന്നാലും നമ്മൾ ന്യായമില്ലാത്തൊരു കാര്യത്തിനല്ല, ന്യായമായ കാര്യത്തിന് തന്നെ പൊതുവെ പറയുന്നതെന്ന് വെച്ചാൽ പല പാർട്ടികളിലും കുടുംബക്കാർക്ക് സ്ഥാനങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പൊതുജനത്തിന് അതൊന്നും എത്തുന്നില്ല. പൊതുജനൊന്നും വർക്കേഴ്സാണ്. അപ്പോൾ അവരെന്തെങ്കിലും കാര്യം, നമ്മൾ സ്ഥാനത്തിന് വേണ്ടിയൊന്നും പോയതല്ല, പക്ഷെ ചില കാര്യങ്ങൾ നിയമപ്രകാരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ കോളേജിലെ സീറ്റ്, ഇപ്പോൾ അന്ന് 46 കോളേജുകൾക്ക് അവർ അനുവദിച്ചു, ഒരു 5 കോളേജുകൾക്ക് അനുവദിക്കാത്ത, പുതിയ കോഴ്സുകൾ അനുവദിക്കാത്ത. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ വിട്ടുപോയി, കോടതിയിൽ കേസ് കൊടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് ഡോക്ടർമാരായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ കുറച്ച് പേഷ്യൻസ് ഉള്ള ആൾക്കാരുടെ ഇടയിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിട്ട്. അപ്പോൾ അവരും വളരെ ആവേശത്തോടെ. അപ്പോൾ ഞങ്ങളതൊരു രഹസ്യമായിട്ടൊന്നുമില്ല, ഞാൻ പറയാറുണ്ട് എല്ലാവരോടും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ഓർഗനൈസ് ചെയ്യാൻ പറ്റുകൊണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 4-5, ഇപ്പോൾ കണ്ണൂർ മുതൽ
കണ്ണൂർ മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ അങ്ങനെ ആൾക്കാർക്ക് എനിക്കറിയില്ല, അതിപ്പോൾ നമുക്കൊന്നും ഇതിന് സമയമൊന്നുമില്ല, ജയിക്കുമെന്ന് അറിയില്ല. ഇനി വല്ല അടുത്ത ഇലക്ഷനിൽ പോലും വല്ല ഉണ്ടല്ലോ, എന്നാലും പാർലമെൻറ്റ് ഇലക്ഷനിൽ ഞങ്ങൾ ഇതിന് നിൽക്കുന്നില്ല. കാരണം അവിടെ പ്രധാനപ്പെട്ട വേറെ പല ഇഷ്യൂസാണ്. പക്ഷേ ഇവിടുത്തെ പ്രാദേശിക ഇലക്ഷനിൽ അടുത്ത പ്രാവശ്യം കുറച്ച് ഞങ്ങളിപ്പോൾ 20ഓളം ഡോക്ടർമാരായിട്ടുണ്ട്. എന്നിട്ട് 50 ഡോക്ടർമാരാണ് ഇവിടുന്നൊക്കെ ഇതാക്കുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആൾക്കാർക്ക് നമ്മുടെ ഒരു പ്രസൻസ് അവിടെ സാന്നിധ്യം തെളിയിക്കാൻ പറ്റുമെന്നുള്ളത് കുറച്ച് നല്ല കാര്യങ്ങൾ. ഞാനിപ്പോൾ കോണ്ടാക്ട് ചെയ്ത ആൾക്കാരൊന്നും സ്വാർത്ഥ ബുദ്ധികളല്ല, കള്ളന്മാരൊന്നുമില്ല, എല്ലാവരും നല്ല രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ വൈദ്യുതി മന്ത്രി ഇവരൊക്കെ ആരാ വരുന്നത്? ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർക്ക് ആരോഗ്യമന്ത്രിയാവാം ഇവിടെ. നേരെ മറിച്ച് ഇന്നിപ്പോൾ ഹെൽത്ത് പോളിസി, അതിൻ്റെ സാങ്കേതിക വിദ്യ, ഇതൊക്കെ വളരെ വിപുലമായിട്ട് വളർന്നിട്ടൊരു സമയമാണ്. ഇതിൻ്റെ എല്ലാ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്പെർട്ട് വേണം. ഈ രംഗത്തുള്ള ഇപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും അതിൻ്റെ എക്സ്പേർട്സ് വേണം. അപ്പോൾ അതിൻ്റെ എക്സ്പേർട്സ് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ അവരൊക്കെയാണ് മന്ത്രിയാവേണ്ടത്. നേരെ മറിച്ച് അതല്ല, ഒരു പ്രക്ഷോഭം നടത്തുന്നവരും അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പോൾ മന്ത്രിയാവുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ആരോഗ്യരംഗമൊന്നും വളരാത്തത്. ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലൊക്കെ ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്, എല്ലായിടത്തും ഇങ്ങനത്തെ എക്സ്പെർട്സേ ഉള്ളൂ. ഒരു ആരോഗ്യം ഭരിക്കേണ്ടത് അതിൻ്റെ എക്സ്പെർട്സ് ആയിരിക്കണം. അതുപോലെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഒരു രംഗത്തേക്ക്, അതായത് ഹോസ്പിറ്റൽ രംഗമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു ഡോക്ടർ എന്ന രീതിയിൽ ആതുര ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വരുന്ന ഏതൊരാൾക്കും സാറിന് എന്താണ് അവരോട് പറയാനുള്ളത്? അല്ലെങ്കിൽ ഒരു ഉപദേശം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻസ് എന്ന രീതിയിൽ എന്താണ് അവരോട് പറയാനുള്ളത്? അത് ഏകദേശം ഒരു ഗീതോപദേശം പോലെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു റിസൾട്ട് വരുന്ന പ്രതീക്ഷിച്ചിട്ട് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ നന്നായി വർക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് താനേ വരും. ഇപ്പോൾ പണമായാലും പ്രശസ്തി ആയാലും എന്തായാലും അത് നമ്മൾ നന്നായിട്ട് ഒരു ഫീൽഡിൽ, ഏത് ഫീൽഡായാലും നമ്മൾ സിൻസിയറായിട്ട് അവിടെ പ്രവർത്തിക്കുക. അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ കുറച്ച് സമയം പിടിക്കും, റെക്കഗ്നൈസ് ചെയ്യാതിരിക്കില്ല. അപ്പോൾ അതുപോലെ വർക്ക് ചെയ്ത ഒരു നിസ്വാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനോട് നമ്മൾ ആത്മാർത്ഥത കാണിക്കുക. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർക്ക് പേഷ്യൻസ് ഒന്നുമില്ല, അതല്ലെങ്കിൽ അയാൾക്ക് ശമ്പളം കുറവാണ്. അതിനെ ചൊല്ലി ജനങ്ങളോട് മുഴുവൻ ജനങ്ങളോടും അഡ്മിനിസ്ട്രേഷനൊക്കെ പകയില്ലാതെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഇവിടെ തന്നെ വരുമ്പോൾ ഇപ്പോൾ പുതിയ ഡിപ്പാർട്ട്മെൻറ്റും വരുമ്പോൾ ഇങ്ങനെ ഡോക്ടേഴ്സ് തന്നെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഞങ്ങളുടെ ശമ്പളം എത്ര? ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇത്ര തരുള്ളൂ, നിങ്ങൾ വളരുമ്പോൾ തരും. അപ്പോൾ ഞങ്ങളെങ്ങനെ വളരും? കാരണം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക, അപ്പോൾ നിങ്ങൾ വളരും. ഇതുവരെ ആർക്കും അതായത് സാധാരണഗതിയിൽ പ്രതീക്ഷയേക്കാളും കൂടുതൽ ശമ്പളം ആൾക്കാർക്ക് കിട്ടുന്നത്. അതെ, പ്രതിഫലം ഇച്ഛിക്കാതല്ല, നമുക്കൊരു പ്ലാനിങ് വേണം. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ രോഗിയെ നമ്മൾ തൃപ്തിയോടെ അയക്കണമല്ലോ. അപ്പോൾ നമ്മൾ വെറും സയൻറ്റിഫിക്കായിട്ട് കാര്യമില്ല, ശരിക്കും തന്നെ ഒരു ആർട്ടാണ്. ഇപ്പോൾ സർജറി ആയാലും രോഗചികിത്സ ആയാലും ഇപ്പോൾ രോഗിക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാക്കണം. ഒന്ന്, രണ്ട്, അവരുടെ അസുഖം മാറുന്ന ഉറപ്പ് വേണം. ഇനി മാറാത്ത അസുഖമാണെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ അവരെ ധരിപ്പിക്കണം, അറ്റ്ലീസ്റ്റ് ബൈസ്റ്റാൻഡേഴ്സ് ധരിപ്പിക്കണം. അപ്പോൾ ഇത് മനുഷ്യരെ കൈകാര്യം ചെയ്യുന്ന ഒരു ആർട്ടാണ് സയൻസിനേക്കാളും കൂടുതൽ. ഇപ്പോൾ ചികിത്സ ഒരു പക്ഷേ എല്ലാവരുടെയും ഒരുപോലെ തന്നെ ആയിരിക്കും, കാരണം ഇത് പഠിച്ചിട്ടാണ് വരുന്നത് അല്ലേ. മെഡിക്കൽ കോളേജിൽ എല്ലാവരും ഒരേ കാര്യം തന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ചികിത്സ എന്നുള്ളത് ഇപ്പോൾ ഏത് ഡോക്ടറായാലും, ഇപ്പോൾ ചുമക്കോ അല്ലെങ്കിൽ ഒരു ഹെർണിയക്ക് ഓപ്പറേഷൻ ചെയ്യുക, അതല്ലെങ്കിൽ ഒരു ടൈഫോയിഡിന് ചികിത്സിക്കുക, എല്ലാ ഡോക്ടറും ഒരുപോലെ തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. ഇപ്പോൾ കോംപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കുക, പിന്നെ രോഗിയെ കൃത്യമായിട്ട് പരിശോധിക്കുക, അതിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ പ്രധാനമായിട്ട് ആളുകളായിട്ടുള്ള ഇടപെടലാണ്. ആ ഇടപെടലാണ് ഞങ്ങളിവിടെ വരുന്ന പുതിയ ആൾക്കാരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആദ്യം. അതുകൊണ്ട് ആരും അത്ര മോശക്കാരായിട്ടില്ല ദയയിൽ. സാർ ആഗ്രഹിച്ച പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സാറിൻ്റെ വ്യക്തി ജീവിതത്തിലും ദയാ ഹോസ്പിറ്റലിനും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.